പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിൽ ഇഡി പരിശോധന. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ ഓഫീസിലും റെയ്ഡ് നടക്കുകയാണ്. അനന്തകൃഷ്ണന്റെ വീട്ടിലും NGO കോൺഫെഡറേഷൻ ഓഫീസിലുമടക്കം സംസ്ഥാനത്തെ 12 ഇടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. തോന്നക്കൽ സായിഗ്രാമത്തിലും പരിശോധന നടക്കുന്നുണ്ട്. NGO കോൺഫെഡറേഷൻ ഭാരവാഹി കൂടിയാണ് ലാലി വിൻസെന്റ്. പാതിവില തട്ടിപ്പ് കേസിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണനും സംഘവും തട്ടിയെടുത്തത്. നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. അനന്തകൃഷ്ണന്റെ 19 ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 450 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് വ്യക്തമായിട്ടില്ല. പിടിച്ചെടുത്ത പണം ചെലവഴിച്ച തുകയടക്കം പുറത്തുവരണമെങ്കിൽ ഇഡി അന്വേഷണം വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പകുതി വില തട്ടിപ്പ് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ലാലി വിൻസെന്റിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ലാലിയുടെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും അന്നുവരെ നീട്ടിയിട്ടുണ്ട്. പോലീസ് വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലേക്ക് 548 കോടി രൂപ എത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ പിവഞ്ചേഴ്സ് LLP എന്ന സ്ഥാപനത്തിലെ admin.womenwheels.online എന്ന പോർട്ടൽ പരിശോധിച്ചതിൽ മാത്രം സംസ്ഥാനത്താകെ 20,163 പേരിൽ നിന്നും 60,000 രൂപ വീതവും 4,025 പേരിൽ നിന്നായി 56,000 രൂപ വീതവും പ്രതിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി 143.5 കോടി എത്തിയിട്ടുണ്ട് എന്നും കസ്റ്റഡിയിൽ അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പണമോ വാഗ്ദാനം ചെയ്യപ്പെട്ട വാഹനമോ തിരിച്ചു നൽകിയിട്ടില്ല എന്നും കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോഷ്യൽ ബിവെഞ്ചേഴ്സിന്റെ LLP, PCI പൊന്നുരുത്തി, ഗ്രാസ് റൂട്ട് കാക്കനാട് എന്നീ സ്ഥാപനങ്ങളുടെ 11 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2023 ഫെബ്രുവരി മുതൽ 2024 ഒക്ടോബർ വരെ 548 കോടി രൂപ എത്തിയിട്ടുമുണ്ട്. ഈ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ ബിവെഞ്ചേഴ്സ് LLP എന്ന സ്ഥാപനം പരിശോധിച്ചപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടറുകളും രേഖകളും കടത്തിക്കൊണ്ടുപോയതായി മനസ്സിലാക്കിയെന്നും കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. അത് വീണ്ടെടുക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വേണം എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. പാതിവില തട്ടിപ്പ് കേസിൽ നേരത്തെ അനന്തകൃഷ്ണനെ റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ അനന്തവിന്റെ കൂട്ടുപ്രതികളിൽ പലർക്കും ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. നേരത്തെ പാതിവില തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. 34 കേസുകളായിരുന്നു നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അനന്തകൃഷ്ണൻ വളർന്നത് രാഷ്ട്രീയ ബന്ധങ്ങളുടെ തണലിലാണ് എന്ന ആരോപണം ആദ്യം മുതൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു. അനന്തകൃഷ്ണനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ AN രാധാകൃഷ്ണനും നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് എന്നും ആരോപണമുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തിരുന്നതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയിരുന്നതും അതത് സ്ഥലങ്ങളിലെ നേതാക്കളെ കൊണ്ടാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു. ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കാതായതോടെ പരാതി വരാതെ നോക്കാൻ അനന്തു രാഷ്ട്രീയ നേതാക്കളെ ഇടപെടുത്തുകയും ചെയ്തു. വഞ്ചിതരായ പല നിക്ഷേപകരും ഈ പരാതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തട്ടിപ്പിനെ കുറിച്ച് മനസ്സറിവില്ലാത്ത അനവിന്ദിനെ സഹായിച്ചവരെയും തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളെയും വേർതിരിച്ച് കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ശ്രമം. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 60,000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുകയും ചെയ്തിരുന്നു. വാങ്ങുന്ന സാധനത്തിന്റെ പാതി വിലയും മുൻകൂറായി നൽകണം. ബാക്കി തുക വൻകിട കമ്പനികളുടെ CRS ഫണ്ടിൽ നിന്ന് ലഭ്യമാകും എന്നതായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കുറെ പേർക്ക് സാധനങ്ങൾ നൽകി. ശേഷിക്കുന്നവരുടെ പണമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്.